അതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. നമുക്കിനി എന്താ പറയുക 10 മിനിറ്റ് വണ്ടിയൊന്നും കാണാം. अरे बाय अरे क्या उड़ो बाय ഇപ്പോൾ കണ്ടെന്ന് നമ്മൾ എൻ്റെ വീട്ടുകാരിപ്പോൾ റെഡിയാന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ സെറ്റാണ്. അപ്പോൾ ബാക്കി നമുക്കിനി റൈഡിങ്ങിനൊക്കെ വണ്ടിയിലൊക്കെ പോകുന്ന ജാംബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ വണ്ടിക്കകത്ത് ഇനിയും ഒരുങ്ങും, കാരണം ഇനി ഒരുങ്ങിയാൽ ചിലപ്പോൾ ടൈം വേസ്റ്റ് ആവും. ഓക്കെ, നമുക്ക് അപ്പോൾ തയ്യാറി അധികം ഒന്നും ടൈം വേസ്റ്റ് ചെയ്യണ്ട. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മളൊരു സാധനം ഇടാൻ മറന്നുപോയി. മാസ്ക് അല്ലേ നമ്മളെന്തിപ്പോൾ മാസ്ക് ഇടേണ്ട കാരണം എന്താ? കൊറോണ. നമ്മൾ മാസ്ക് ഇട്ടാൽ നമ്മൾ മാത്രമല്ല സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മളെ സേഫ്റ്റി മാത്രമല്ല ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും കൂടി നോക്കേണ്ടതാണ്. സോ മാസ്ക് നല്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടാം. നമ്മൾ സേഫ് ആയിട്ട് ഇരുന്നാൽ ബാക്കിയുള്ളവരും സേഫ് ആയിട്ട് ഇരിക്കും. സോ സ്റ്റേ സേഫ്. ബാക്കി വീഡിയോ കാണാം. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ എന്തോ ഒരു ഫീൽ അല്ലേ. സത്യം. പിന്നെ മുത്തപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് മുത്തപ്പൻ. എന്നോട് ഞാൻ ചില വർഷങ്ങളിലൊക്കെ മുത്തപ്പനോട് നീ കഴിഞ്ഞ വർഷം പെണ്ണല്ലേ അങ്ങനെ. ഈ ഇതേ മുമ്പിൽ പോകുന്നതാണ് എൻ്റെ ജാൻവിയുടെ ഫാദർ, എൻ്റെ അച്ഛൻ. യുവർ ഫാദർ. ഇത് കാണുന്ന പോലെ ഒന്നും അല്ല, കുറച്ചും കൂടി കഴിയട്ടെ അപ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടത്തെ ഷോപ്പുകളല്ലോ. ഇതിപ്പോ ആരാ വ്ളോഗ് ചെയ്യുന്നത്? ഞാനാണോ എൻ്റെ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റത്തെ കവാടം. അപ്പോൾ ഗൈസ് നമ്മൾ മടപ്പുരേൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതേ ചെണ്ടമേളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങോട്ടേക്ക് എന്താ പറയുക, ഫോണ് കടത്തി വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താണ്, ആദ്യം നമ്മൾ ഇവിടെ അമ്പലത്തിലേക്ക് എത്തിക്കാൻ ഇവിടുന്ന് കാല് കഴുകാനാണ്. നമുക്ക് ആദ്യം കാല് കഴുകാം. ഫുള്ള് മീനൊക്കെയാണ്. കാല് കഴുകിയിട്ടുണ്ട്. പക്ഷേ ഈ ഉള്ളിലേക്ക് ഇത് കയറ്റില്ല, അതിൻ്റെ ഫോണേ അലൗഡല്ല. കണ്ടില്ലേ ഫുള്ള് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മടപ്പുരയിൽ നമ്മൾ ശരിയെന്നാൽ നമുക്ക് ബാക്കിയുള്ളത് എന്താ പറയുക, തിരുവപ്പനൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വിശ്വാസം ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 6:45. അപ്പോൾ തിരുവപ്പന ഇപ്പോൾ എന്താ പറയുക നേർച്ചയൊക്കെ കൊടുത്തിട്ട് മുത്തപ്പൻ എന്താ പറഞ്ഞത് എന്നോട് ജോലിയൊക്കെ ശരിയായെന്ന് ചോദിച്ചു. ഇതുവരെ ജോലി ശരിയായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നേഴ്സിങ്. അപ്പോൾ എന്താ പറയുക മുത്തപ്പനെല്ലാം സാധിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ ഒരു സമയത്ത് എന്താ പറയുക ഈ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പുഴയുണ്ട്. അതിൻ്റെ നല്ലൊരു വ്യൂ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ഭയങ്കര ഇരുട്ടായപ്പോഴായിരുന്നു വന്നത്. അപ്പോൾ ഈ വ്യൂ ഒന്നും കണ്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് മുത്തപ്പൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര നല്ല വ്യൂ കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കാണുന്നില്ല. ബോട്ടിംഗ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എവിടെയാണെന്നൊന്നും കാണുന്നില്ല. ജഗ്ഗു എത്തിയിട്ടുണ്ട്. ജഗ്ഗു, മുത്തപ്പൻ എന്താ പറഞ്ഞേ? മുത്തപ്പൻ എന്നാ ഗുഗു പറഞ്ഞ അതെ ജഗ്ഗു ഇതാ വ്യൂ കാണിച്ചിരുന്നുണ്ട്. ഈ പാലം വഴിയും നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരാം. പക്ഷെ ആ പാലത്തിന്റെ അവിടെ നിന്നൊരു വ്യൂ ഉണ്ട് ഈ അമ്പലത്തിലേക്ക്. അപ്പോൾ എൻ്റെ ചേച്ചിയും അമ്മയും വന്നിട്ടുണ്ട്. നമുക്ക് മുത്തപ്പൻ എന്താ പറഞ്ഞത്? മുത്തപ്പൻ സങ്കടങ്ങളെല്ലാം തീർത്തരാ പറഞ്ഞിട്ടുണ്ട്. അതെയോ? എന്നോട് എന്താ പറഞ്ഞു കേൾക്കണ്ടേ? ഞാൻ അമ്മേനെ കുറിച്ച് ചോദിക്കട്ടെ, അതിന് ശേഷം നമുക്ക് പറയാം. അമ്മേ മുത്തപ്പൻ എന്താ പറഞ്ഞത്? മുത്തപ്പൻ സങ്കടങ്ങളെല്ലാം തീർത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോടെന്താ പറ? എന്നോട് ഞാൻ ചോദിച്ചാൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം മുത്തപ്പൻ തീർത്തരുള്ളൂ. എന്നോടെന്താ പറഞ്ഞു കേൾക്കണ്ടേ? എന്നോട് പറഞ്ഞ വെച്ചാൽ മര്യാദക്ക് നന്നായിട്ട് പഠിക്കണം, ജോലിയൊക്കെ എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പറയുമ്പോൾ ഒരു ജോലി കിട്ടണം എന്നല്ലേ?
അതുകൊണ്ട് കറക്റ്റായിട്ട് എൻ്റെ ചേച്ചിക്ക് ജോലി കിട്ടി. അപ്പം എനക്കൊരു ജോലി എന്തായാലും കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും മുത്തപ്പന് വിശ്വാസമില്ലേ? പിന്നെ മുത്തപ്പന നമുക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. അപ്പോൾ തൊഴുത് കഴിഞ്ഞ് അവരോട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇതൊക്കെ ആക്കുക, വിളക്കൊക്കെ കത്തിക്കുന്നു പറയുന്നു. ബോട്ടിങ് ആവാമെന്നൊന്നും അറിയില്ല, എന്നുണ്ടോയെന്നൊന്നും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല ഒക്കെ. അപ്പോൾ ബോട്ടിങ് നമുക്ക് നേരത്തെ തീരുമാനിച്ചിട്ടായിരുന്നു, പക്ഷെ ബോട്ടിങ് പോകുന്നുണ്ടോയെന്നൊന്നും അറിഞ്ഞില്ല. ബോട്ട് കണ്ടു എന്തായാലും ഈ പോകുന്ന പ്രശ്നമൊക്കെ മനസ്സില്ല. പോകൂ പിടിക്ക് പിടിക്കും. ഗായ്സ് നമ്മളിപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ ഷോപ്പൊക്കെ അടിപൊളിയായിട്ട് തുറന്നു. കടയൊക്കെ തുറന്നു വരുന്നേലൂ. ഇപ്പം എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടോന്ന് അറിയില്ല, ഈ സംഭവം കുറച്ച് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. കടയൊക്കെ തുറന്ന സ്ഥിതിക്ക് ജാംബൂസ് ആൻഡ് ജഗ്ഗൂസ് ഇസ് ഓൾവേസ് ഓൺ ദ ഷോപ്പിംഗ് മൈൻഡ്. ജഗ്ഗു ഫുൾ ഷോപ്പിംഗ് മൈൻഡിലാണ്. കിച്ചൺ സെറ്റാണ്. നിനക്കല്ലേ കിച്ചൺ സെറ്റ് ഓൾറെഡി ഉണ്ടായത്? അതാ എത്ര വെക്കാൻ നോക്കണ്ടേ? വണ്ടി നമ്മളെ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നേരത്തെ നമ്മളൊരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ചത്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി. കാരണം ഇവിടെ നിന്ന് തിരക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവിടെ നിന്ന് വണ്ടി നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. പണിപാളി, നല്ല രീതിക്ക് പണിപാളി ഗൈസ്. ഇനിയിപ്പോൾ ഇവരെ കാണാണ്ട് നമ്മൾ ആദ്യം വെച്ച സ്ഥലത്ത് നിന്ന് വണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. പണിപാളി ഗൈസ്. ഇനിയിപ്പോൾ അവർ വരാണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് തൽക്കാലം നമുക്ക് ഒരു വഴി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാവലർ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ വണ്ടി മാറ്റി തന്നെ നമുക്ക് സഹകരിച്ച് തന്നിട്ടുണ്ട്. എന്താ പറയുക, ശ്രീരത്നം എന്ന് പറഞ്ഞൊരു ട്രാവലറാണ്. അപ്പോൾ ചേട്ടൻ നമുക്ക് സഹായിക്കുന്നത്. നമ്മളെ വണ്ടി കുറച്ച് മുമ്പോട്ടേക്ക് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇങ്ങോട്ടേക്ക് ഇറക്കി വരാൻ പറ്റും. ഇപ്പോൾ വണ്ടി ഇറക്കി കൊണ്ടുപോകും. അപ്പോൾ ഗൈസ് ഇതാണ് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ്. പെട്ടെന്ന് കഴിഞ്ഞല്ലോ. ഇവിടുന്ന് എല്ലാം അങ്ങോട്ടേക്ക് ബസ് ഉണ്ട്. ഗുരുവായൂരേക്ക് ബസ് ഉണ്ട്. ഇപ്പൊ ബസ് സ്ഥലം കുറവാണ്. ജഗ്ഗു, നിന്റെ അഭിപ്രായം എന്താ? ബോട്ടി പോണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്പലത്തിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ അടുത്ത് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഞാനിപ്പോൾ ആ പാലത്തിന്റെ അടുത്തല്ല, പാലത്തിന്റെ വിലയിൽ നിന്ന് എന്താ പറയുക, അടിപൊളി വ്യൂ ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അമ്പലം കാണാം. അടിപൊളി ഇതാ. നമ്മളിനിപ്പോൾ ഇത് അടുത്ത ബോട്ടിങ്ങിന് പോകാൻ്റെ പ്ലാൻ. അപ്പോൾ ഇവിടുന്ന് നേരത്തെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം ബോട്ടിൻ്റെ അവിടെ കയറാൻ വേണ്ടിയിട്ട്. 9:30 ടൈം ആകുമ്പോഴാണ് ബോട്ടിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ തണുപ്പ് കാലമാണെങ്കിലും ഭയങ്കര ചൂടാണ്. പക്ഷേങ്കിൽ ഇപ്പം ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ്. ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കാണുന്നവർ നിങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ അമ്പലത്തിൽ എന്ന് പറയുമ്പോൾ ജാതിയോ മതമോ അങ്ങനെ ഒന്നുമില്ല. ഏത് ജാതിക്കാർക്കും വരാം. ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വന്നിട്ട് തൊഴാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം മുത്തപ്പനെ ഇവിടെ ജാതിയോ മതമോ അങ്ങനെയൊന്നും കാണില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം എന്നല്ല അമ്പലത്തിൽ വന്ന് വരിക. അപ്പോൾ നമ്മളെന്നാൽ ബോട്ടിങ്ങിലേക്ക് പോവാം. ബാക്കി ബോട്ടിങ് നമ്മൾ വന്ന വഴി ഇതാ ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇതാ ഇത് റോഡ്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ അങ്ങന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ്, ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്. താഴത്തേക്ക് ഒരു വഴിയുണ്ട്. ജസ്റ്റ് ഒരു ഇറക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നടക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുഴ കാണാം. അതെയാ, കുറച്ച് നടക്കാമല്ലോ. ചെറിയൊരു പണി കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ മുതിർന്നവരുടെ സീറ്റിൽ ഇരുന്നിട്ടുള്ളത്.
അടിപ്പാളെന്ന് അറിയില്ല, ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ബോട്ട് സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. നമുക്കിനി ബോട്ടിൽ യാത്ര നമുക്ക് കാണാം. ഓക്കെ, ഗൈസ് ഒന്നും പറയാനില്ല. അടിപൊളി ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് മൈൻഡൊക്കെ റിഫ്രഷ് ആയിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടേലോ. അപ്പോൾ ഈ അവിടെ മാത്രമല്ല, നമ്മളെന്താണ് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഒരു പാർക്കിൽ പോലും നടക്കാനുണ്ട്. ഞാനതിപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് സമയം ഒന്ന് കാണിച്ചു തരാം. പ്രശ്നം പറയാന്ന് വെച്ചാൽ ആർക്കും സേഫ്റ്റി ജാക്കറ്റ് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ബോട്ടിൻ്റെ എന്താ പറയണ്ട കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. എന്നാലും സേഫ്റ്റി ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോൾ ബോട്ട് റൈഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സേഫ്റ്റി ജാക്കറ്റും കൂടി വേണ്ടതായിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ എന്താ നമ്മുടെ ക്ലൈമറ്റും ഒരു നല്ല ക്ലൈമറ്റാണ്. പക്ഷേ കുറച്ചും കൂടി ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും നല്ല ഒരു ബോട്ട് റൈഡാണ്. ഓക്കെ ഓക്കെ അമ്മേ പറ, എങ്ങനെയുണ്ടായിരുന്നു ബോട്ട് റൈഡ്? ബോട്ട് റൈഡ് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഡ്രോബാക്സ് പറയാനുണ്ടോ? അത് ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ വെള്ളത്തിലൊന്ന് തുള്ളിയ രസമുണ്ട്. എന്താ പറയുക, അമ്മ വേറെ ലെവലാണ്. അപ്പോൾ ലൈഫ് ജാക്കറ്റിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടായി, അതുണ്ടായില്ല. അത് മാത്രമേ പറയാനുള്ളൂ എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, എന്നാലും സെറ്റ് തന്നെ. അപ്പോൾ ഏതായാലും നമുക്കിനി എന്തെങ്കിലും മേടിച്ച് കുടിക്കാം, ദാഹിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം. അപ്പോൾ ശരി, നമുക്ക് എന്നാൽ അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം അത് സ്നേക്ക് പാർക്ക്. അപ്പോൾ സ്നേക്ക് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണൂർ അത്യാവശ്യമില്ല എല്ലാ പാമ്പുകളും നമ്മളെ സ്നേക്ക് പാർക്കിലുണ്ട്. നമ്മളിപ്പോൾ അത് ആ സ്നേക്ക് പാർക്കിൽ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫുട്പാത്തിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ എത്തി നമുക്ക് ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ എൻട്രി എന്ന് പറയുമ്പോൾ സീ വേൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി നമുക്ക് അതിലൂടെ ആക്കാം. എൻ്റെ വാലയിലൊരു പുള്ളിയൊക്കെ ഇതിൻ്റെ പേര് ഉണ്ടോ? അൽബിനോ ഡാനിയോ ഫിഷ്. എൻ്റെ മോനെ മീനാകെ ചെറിയ ഇതേ ഉള്ളൂ, പക്ഷെ പേരോ അൽബിനോ ഡാനിയോ ഫിഷ്. സമ്മതിക്കണം.
ഇവിടെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഓക്കെ, ഡു നോട്ട് ടീസ് ആനിമൽ പെറ്റ്സ് നോട്ട് അലൗഡ്. ഇവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്. മെയിനായിട്ട് സ്നേക്കുകളാണ്, പാമ്പുകളെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ കുറേ പാമ്പുകളുണ്ട്. അപ്പോൾ എല്ലാ പാമ്പുകളെയും നമുക്ക് എടുത്തെടുത്ത് കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോ 2 സെക്കൻഡ് പാർട്ട് ആക്കേണ്ടി വരും. ഞാൻ കുറച്ച് നല്ല അടിപൊളി സാധനത്തിനെല്ലാം കാണിച്ചു തരാം. കിങ് കോബ്രേനെ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അടുത്തതായി നമ്മൾ പാമ്പിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. റാറ്റ് സ്നേക്ക്, ചേരയുണ്ട്, നീർക്കോലിയുണ്ട്, പെരുമ്പാമ്പുണ്ട്, മൂർക്കനുണ്ട്, അണലിയുണ്ട്, മുതലയുണ്ട്. മുതലുണ്ടോ? മുതല എൻ്റെ മോനെ, മുതലാണ്. ഇതെത്രയാണ് മുതല? ഇവർക്കൊക്കെ ഒരുത്തരൊന്ന് അനങ്ങുന്നുണ്ട്. നല്ല ഇഷ്ടം പോലെ മുതലുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം പറയാം കേട്ടോ, നിങ്ങൾ പറശ്ശിനിക്കടവ് വരുവാണെങ്കിൽ, കണ്ണൂർ സൈഡ് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണിത്, നമ്മളിവിടെ സ്നേക്ക് പാർക്ക്. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര, കാരണം ഈ കാർട്ടൂൺസിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, മൃഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരിട്ട്, നമ്മൾ മൈസൂരൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ഇവിടെ സ്നേക്ക് പാർക്കിൽ വന്ന് അത്യാവശ്യം എല്ലാ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ, നമ്മളെ പണ്ട് എന്താ പറയണ്ടേ, നാഷണൽ ജോഗ്രഫിയും ഡിസ്കവറിയിലൊക്കെ ക്രോക്കഡൈൽ മാൻ എന്ന് പറയുന്ന ആളെ എന്താ പറയണ്ടേ, നമ്മൾ പണ്ട് കാലത്ത് എല്ലാവരെയും ഫാനായിരുന്നു ഇയാൾ. എന്താ പണ്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ സമയത്ത് ഒരു ഇനം പോയിസണസ് ആയ തെരണ്ടിയുടെ വാലിൻ്റെ അടിയേറ്റിട്ടാണ് ഇയാൾ മരിച്ചത്. ഞാനൊക്കെ പണ്ട് ഇങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഭയങ്കര വലിയ ഫാനായിരുന്നു കേട്ടോ. കാരണം ആരാണെങ്കിലും ഫാനായി പോകും, കാരണം അങ്ങനെയുള്ള ഒരു പ്രസൻറ്റേഷനും എല്ലാ മൃഗത്തിൻ്റെ ഒരു പേടിയില്ലാതെ ഇതായിരുന്നു. ഇതെന്താ സംഭവം? എമു മമു അല്ല, എമു കണ്ടോ? അതെ പോണോ, പോക്കുണ്ടോ? ജഗു ഇതെന്താ സംഭവം? ഇതേതാ പാമ്പ്? മൂർക്കൻ, മാമ്പ മൂർക്കൻ. ഗുഗു ഇത് മച്ചാനവിടെ ഇരുന്നിട്ട് ഇതാ. ഓഹോ, സോറി ഗൈസ്. അപ്പോൾ കിങ് കോബ്രേനെ കാണാൻ ഒരു ചാൻസും ഇല്ല, കാരണം അത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. അത് തന്നെ ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ, പണ്ട് പറയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു കുഴിയായിരുന്നു. ആ കുഴീൻ്റെ ഉള്ളിൽ ഫുള്ള് പാമ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി ഫുള്ള് എടുത്ത് എന്നാ സിമെൻ്റ് ഇട്ട് പൊന്തിച്ച് എന്താ ഫുള്ള് ഇതിൻ്റെ അകത്ത് ഇപ്പം ആ കുഴി. ഒരു പണ്ട് ഇവിടെ ഷോ ഒക്കെ നടക്കായിരുന്നു. ഇപ്പോൾ ആ ഷോ ഒന്നുമില്ല, ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ടച്ച് ചെയ്യാനൊക്കെ തരുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്നേക്ക് പാർക്ക് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മളിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എവിടെയാണ് പോകുന്നതെന്ന് അറിയില്ല. എല്ലാം സ്പോട്ട് പ്ലാനിങ് ആണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല. ഫാമിലിൻ്റെ ഒപ്പം എവിടെയാണോ പോകുന്നത് പറയുന്നത് അവിടേക്ക് പോകും. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത സ്പോട്ടിൽ വെച്ച് നോക്കണം. ഓക്കെ.